ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മസാല ഷവായി ആണ്. തൈ പീസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഹാഫ് ചിക്കൻ വെച്ചിട്ടോ ഫുൾ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ്റെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കനിൽ പരട്ടി വയ്ക്കാം. അപ്പോൾ നാരങ്ങാനീര് പരട്ടി വയ്ക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ പരട്ടി മാറ്റി വയ്ക്കാം. രണ്ട് സൈഡ് നല്ല പോലെ ഒന്ന് പരട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിനി മസാലയ്ക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തോല് കളഞ്ഞിട്ടെടുക്കുക. അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളിയും ഒരു 5-8 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 3 പച്ചമുളക്, ഒരു ചെറിയൊരു പിടി മല്ലിയില, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്, എരിവ് കുറവായിരിക്കും, 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈരാണ്, മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈര് യൂസ് ചെയ്യാം, 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു പകുതി തക്കാളി, വലുതാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒന്നെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കുക. ഈ ഹാൻഡ് ബ്ലെൻഡർ വേണമെന്നൊന്നുമില്ല, നമ്മുടെ സാധാരണ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചിക്കനിൽ പരറ്റി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് മസാലയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇങ്ങനെ പുരട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് പരട്ടി വെക്കുക. ആ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ആക്കിയതിന് ശേഷം നമുക്കിതൊരു ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാ മസാലയൊക്കെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇതിലേക്ക് വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റ് നേരം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ, മേലെയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് ഉള്ളു വേവോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും തിരിച്ചിട്ട് ഒരു 4 മിനിറ്റ് നേരം കൂടിയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒത്തിരി മസാല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അത് കാരണം കൊണ്ടാണ് മസാലയൊക്കെ കരിഞ്ഞു പോകുന്നത് കാരണം കൊണ്ടാണ് അധികം മസാല ഇതുമേ ആദ്യം വേണ്ട എന്ന് പറഞ്ഞത് നീക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതേ 2 സൈഡും ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലാണ് നമ്മൾ മസാല വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മസാലയുടെ എക്സ്ട്രാ ഉണ്ടായിരുന്നത് ഒന്ന് കരിഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ അധികം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഈ ഒരു മസാല വഴണ്ടി വരാനായിട്ടുള്ള ഓയിലാണ് ഇതിലുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വീണ്ടും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ചിക്കൻ ഒന്നും കൂടി ഒന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള മസാലയൊക്കെ ഇതിൻ്റെ ചിക്കൻ്റെ മേലേക്കൊന്ന് ഇങ്ങനെ മേലേക്കാക്കി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. 2 ചിക്കൻ്റെ പീസുമ്പിലേക്കും ഇതുപോലെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആക്കി വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം.
ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ഇതുപോലെ മേലേക്കൊക്കെ ഒന്ന് പരട്ടി ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഉള്ളിലുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനോടൊപ്പം തന്നെ ഈ മസാലയുടെ പച്ചക്കുത്തുണ്ടാവുമല്ലോ, എന്തായാലും നമ്മൾ റോ ആയിട്ടാണ് വഴറ്റാതെയാണ് മസാല അരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ഒട്ടും തന്നെ റോ ടേസ്റ്റ് ഇല്ലാതെ മസാല നല്ല രീതിയിൽ വഴണ്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഗ്രേവി പോലെ തന്നെ നമുക്ക് ഈ ഒരു മസാല നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഞാൻ തിരിച്ച് മറിച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് മറിച്ചിട്ട് ചിക്കൻ വേവുന്നവരെ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചിക്കൻ്റെ ആ എല്ലുമെന്നൊക്കെ ആ മീറ്റൊക്കെ ഒന്ന് നീങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിക്കൻ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടും നല്ല അടിപൊളി മസാലയോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറുതെ ചുമ്മാ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ ഈ ഒരു മസാല ഷവായി പോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും കുബൂസിൻ്റെയും പിന്നെ അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെ ഇപ്പോൾ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ പ്ലെയിൻ മന്തി റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നല്ലപോലെ വഴണ്ടിട്ടുള്ള മസാലയും നല്ല അടിപൊളി ജ്യൂസി ആയിട്ട് കുക്കായിട്ടുള്ള ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. സ്പൈസി ആയിട്ടുള്ള നല്ല അസലും മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.